എല്ലാ സുഖ സൗകര്യങ്ങളും, എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ നന്മകളും, എല്ലാ സമൃദ്ധികളും ദൈവം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. നാം ക്രിസ്തുവിന് വേണ്ടിയാണ്, ക്രിസ്തു പിതാവിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, ആമേൻ, സ്തോത്രം. ക്രിസ്തു, അല്ലെങ്കിൽ അവിടെ നാം വായിക്കുമ്പോൾ ത്രിയേക ദൈവം തനക്ക് വേണ്ടിയാണ് നമ്മെ ഉണ്ടാക്കിയത്. ആമേൻ, നമുക്ക് വേണ്ടിയാണ് ലോകത്തിലെ സകല നന്മകളും ഉണ്ടാക്കിയത്. എന്നാൽ എന്നാണോ മനുഷ്യൻ പാപം ചെയ്തത്, അപ്പോൾ ആമേൻ അവൻ്റെ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി, ദൈവത്തിനില്ലാതെയായി, ദൈവത്തിന് മനുഷ്യൻ നഷ്ടപ്പെട്ടു, പിശാചിന്റെ വകയായി മനുഷ്യൻ മാറി. അപ്പോൾ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ എല്ലാ സുഖ സൗകര്യങ്ങളും മനുഷ്യന് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. എപ്പോഴും മനസ്സിലാക്കുക, ഇന്ന് നിനക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനം, ആമേൻ, ദൈവത്തിന് നീ നഷ്ടപ്പെട്ടു പോയതാണ് കൊണ്ടാണ് നിനക്ക് സമാധാനം നഷ്ടപ്പെട്ടത്. നിന്റെ സമൃദ്ധി എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? ദൈവത്തിന് നിന്നെ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഹല്ലേലൂയ. നിന്റെ സന്തോഷം എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? ദൈവത്തിന് നിന്നെ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. നിന്റെ നിത്യജീവൻ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? ദൈവത്തിന് നിന്നെ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. പക്ഷേ നിന്നെ തിരിച്ച് ദൈവത്തിൻ്റെതാക്കുവാൻ വേണ്ടിയാണ് പിതാവായ ദൈവം ഏകജാതനായ പുത്രനെ ലോകത്തിൽ അയച്ചത്. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. നമ്മെ വീണ്ടെടുക്കുവാൻ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ നന്മകളും നിത്യജീവനും നമുക്ക് തിരിച്ചു തരുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവിനെ പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. അങ്ങനെ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ഒരു വീണ്ടെടുപ്പുകാരനായിട്ടാണ്. ദൈവത്തിന് നഷ്ടപ്പെട്ട് പിശാചിന് സ്വന്തമായിരിക്കുന്ന മനുഷ്യനെ തിരിച്ച് ദൈവത്തിന് സ്വന്തമാക്കി, മനുഷ്യന് വേണ്ടി ദൈവം നിയമിച്ചിട്ടുള്ള സുഖ സന്തോഷ സമൃദ്ധികളെല്ലാം മനുഷ്യന് നിത്യകാലം അവന് നൽകുവാൻ വേണ്ടി മനുഷ്യനെ വീണ്ടെടുക്കുവാനാണ് യേശു വന്നത്. ഹല്ലേലൂയ. വന്നിട്ട് യേശു എന്ത് ചെയ്തു? ആമേൻ, പഴയ നിയമകാലത്തിൽ വീണ്ടെടുപ്പ് വില ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു നമുക്ക് വീണ്ടെടുപ്പ് വിലയായി നമ്മെ നൽകി, തൻ്റെ രക്തം നൽകി, തൻ്റെ ജീവനെ നൽകി. അങ്ങനെ യേശു കർത്താവ് വീണ്ടെടുപ്പിൻ്റെ വില കൊടുത്ത് ഒരു വീണ്ടെടുപ്പ് സ്ഥാപിച്ചു വെച്ചു.